വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ ചരിത്രത്തിലില്ലാത്ത വിധം തോൽവി സമ്മതിക്കേണ്ടി വന്നതിന്റെ നിരാശയിലും രാഷ്ട്രീയ തിരിച്ചടിയിലുമാണ് കേന്ദ്ര സർക്കാർ. സമരം അടിച്ചമർത്താൻ കേന്ദ്ര ഭരണകൂടവും പോലീസും പരമാവധി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുകയും ഒടുവിൽ കടുത്ത ജനരോഷത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി നൽകേണ്ടി വരികയും ചെയ്തത് മോദി സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ്. എന്നാൽ ഈ ചരിത്രപരമായ തിരിച്ചടിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും രാഹുൽ ഗാന്ധിയോടുള്ള രാഷ്ട്രീയ പ്രതികാരം തീർക്കാനുമായി അദ്ദേഹത്തിനെതിരെ പുതിയ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരും ഡൽഹി പോലീസും ഇപ്പോൾ ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികൾ രാജ്യതലസ്ഥാനത്ത് സ്വന്തം ഭാവിക്കും നീതിക്കും വേണ്ടി തെരുവിലിറങ്ങി പോരാടിയപ്പോൾ അവർക്ക് ശക്തമായ പിന്തുണയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് സമരരംഗത്തേക്ക് വരികയായിരുന്നു. ഈ നിർണായക നീക്കമാണ് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും തെറ്റിച്ചതും ഭരണകൂടത്തിന്റെ പിടിയയച്ചതും. സമരത്തിനിടെ അറസ്റ്റ് വരിച്ച രാഹുൽ ഗാന്ധിയെ 3 മണിക്കൂറോളം കരുതൽ തടങ്കലിൽ വയ്ക്കാൻ പോലീസിന് സാധിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇതോടെയാണ് കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടെ ആദ്യമായി ഒരു ജനകീയ സമരത്തിന് മുന്നിൽ പരസ്യമായി തോൽവി ഏറ്റുവാങ്ങാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും നിർബന്ധിതരായത്. ഈ വലിയ രാഷ്ട്രീയ നാണക്കേടും അപമാനവും മറികടക്കാനാണ് രാഹുൽ ഗാന്ധിയെ നിയമക്കുരുക്കിൽ പൂട്ടാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് അന്യായമായ കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിനെതിരെ 2 എഫ്ഐആറുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ ആളുകളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കേസുകളിൽ ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ 2 എഫ്ഐആറുകളിലെയും തുടർ നിയമ നടപടികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലീസിന് നൽകിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഡൽഹിയിലെ ലോ കല്യാൺ മാർഗിലെ ഗേറ്റിന് മുന്നിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെയും പ്രതിഷേധം അരങ്ങേറിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാജാജി മാർഗിലെ വസതിയിൽ നിന്നും 1/2 കിലോമീറ്ററോളം മാത്രം അകലെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത്. ഖാർഗെയുടെ വസതിയിൽ നിന്നും കാൽനടയെ സമരം നയിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. പെട്ടെന്നുണ്ടായ ഈ പ്രതിഷേധത്തിൽ പരിഭ്രാന്തരായ പോലീസ് 1 മണിക്കൂറിനകം തന്നെ പ്രതിഷേധിച്ച ചില നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രതിഷേധം കൂടുതൽ ശക്തമായതോടെ പ്രധാന പാതകളെല്ലാം പോലീസ് അടയ്ക്കുകയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ രംഗത്തിറക്കുകയും ചെയ്തു. തുടർന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കിയത്. ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രതികാര കേസുകൾ കൊണ്ടോ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ കൊണ്ടോ തങ്ങളെ ഭയപ്പെടുത്താനോ തോൽപ്പിക്കാനോ സാധിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുകൾ ചുമത്തി നിശബ്ദനാക്കാൻ ശ്രമിക്കുമ്പോഴും പാർലമെന്റിനുള്ളിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ കൊടുങ്കാറ്റാവുകയാണ് രാഹുൽ ഗാന്ധി.